ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു ചെറിയ നാട്ടിലെ രാജകുമാരനായിട്ടുള്ള ജൂദ ബെൻഹർ ഒരു കാരണത്താൽ അവനൊരു അടിമയാക്കപ്പെടുകയാണ്. ഇപ്പോഴുള്ളത് ഒരു കപ്പലിലാണ്. 5 വർഷമായി ക്രൂരമായ പീഡനവും മാനസിക സമ്മർദ്ദവും എല്ലാം സഹിച്ചുകൊണ്ട് അവൻ അതിന്റെ ഉള്ളിൽ നിന്നു. എന്നാൽ ഒരു സമയത്ത് അവൻ രക്ഷപ്പെടുകയാണ്. അതിനുശേഷമാണ് കഥ ആരംഭിക്കുന്നത്. അവൻ ആരായിരുന്നു എന്ന് അവൻ അടിമകളാക്കി വെച്ച റോമക്കാർ അറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ഈ ഒരു ജൂദ ബെൻഹർ? ദുർബലനായ ഈ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, തീയിൽ നിന്നും പറന്നുയരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ്. നമുക്ക് എന്തായാലും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയാലോ, കഥയുടെ ആ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുന്നേ ജെറുസലേമില് റോമൻ പട്ടാളക്കാര് വിഹരിക്കുന്ന ഒരു സമയമാണ്. അന്ന് ആ സമയത്ത് യുദ്ധവും കോലാഹലങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾ വളരെയധികം ദുരിതവും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യത്തിലായിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. സോ ഇതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അവർ വലിയൊരു പ്രക്ഷോഭത്തിന് വരാതിരിക്കാനായിട്ട് റോമക്കാർ അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവിടെ ചെറിയൊരു പരിപാടി ഒപ്പിച്ചു വെച്ചു. അതായത് വലിയൊരു ഗെയിം ഷോ തന്നെ. ഒരു വലിയ ഗ്രൗണ്ടിൽ കുറേയധികം കുതിര പോരാളികൾ ഉണ്ടാവും. ഇവരെ കൊണ്ട് റൈഡ് ചെയ്യിക്കും. എന്നിട്ട് അതിൽ ആരാണോ വിജയിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയാം. എന്തായാലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന പലരും മരണപ്പെട്ടു പോകാറുള്ള അത്യധികം കായികശേഷിയും അതുപോലെ തന്നെ ധൈര്യവും വേണ്ട ഒരു കാര്യമാണിത്. അങ്ങനെയുള്ള ഒരു മത്സരം ഇവിടെ നടക്കാൻ പോവാണ്. റോമിന്റെ ഭാഗത്തുനിന്ന് ആ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് മെർസെല്ല എന്നാണ്. മെർസെല്ല ആണെങ്കിൽ ഇപ്പൊ നടക്കുന്ന ആ ഒരു മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇപ്പൊ ഒരാളെ കാണുന്നുണ്ട് മെർസെല്ല. അയാളെ നോക്കിയിട്ട് മെർസെല്ല പറയുന്നുണ്ട്, നിന്നെ അന്ന് എന്നെ കൊന്നുകളയണായിരുന്നു, എന്റെ ഭാഗത്തുനിന്ന് പിഴവ് സംഭവിച്ചു പോയി. ഇവിടെ സീൻ കട്ടായി 8 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ജെറുസലേമിൽ തന്നെ കാണിക്കുകയാണ് 2 ഉറ്റ ചങ്ങാതികള്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു മെർസെല്ല, അവന്റെ കൂടെ തന്നെ ജൂദ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ. രണ്ടുപേരും രക്തബന്ധത്തിലൂടെ അല്ലാതെ സഹോദരങ്ങളായവരാണ്. ജൂദയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ജെറുസലേമിലെ തന്നെ ചെറിയൊരു റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണ്. ആ ഒരു ഫാമിലി എടുത്തു വളർത്തിയ ഒരു അനാഥപുത്രനാണ് ഈ ഒരു മെർസെല്ല. പിന്നെ വേറൊരു പ്രധാന കാരണം, രണ്ടുപേരുടെയും വംശം തന്നെ വ്യത്യാസമുണ്ട്. ഒരാൾ ജൂതനും അതുപോലെ തന്നെ മറ്റാള് റോമക്കാരനുമാണ്. ഈ മെർസെല്ലയുടെ മുത്തശ്ശൻ ചെയ്ത എന്തോ ഒരു പ്രത്യുപകാരത്തിന് ഇങ്ങനെ അവനെ ദത്തെടുത്ത് വളർത്തുകയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും നന്നായിട്ട് കുതിര ഓടിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ ഹോഴ്സ് റൈഡിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു ജൂത മുക്കുംകുത്തി വീഴാണ്. നല്ല പരിക്ക് പറ്റി. വയ്യാത്തവന്റെ ആ ഒരു ശരീരവുമായിട്ട് അവനെ തോളത്തെടുത്തുകൊണ്ട് നേരെ ജൂതയുടെ വീട്ടിലേക്ക് മെർസെല്ല പോവാണ്. അവിടെ അവന്റെ അമ്മയുണ്ട്, അതുപോലെ തന്നെ ജൂത വിവാഹം കഴിക്കാൻ പോകുന്ന എസ്തറും ഉണ്ട്. ജൂതയുടെ അവസ്ഥ കണ്ട് ഇവരാകെ ഞെട്ടുന്നുണ്ട്. എസ്തർ വേഗം തന്നെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വൈദ്യുതി വിളിക്കാൻ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ജൂതയുടെ അമ്മയുണ്ടല്ലോ, ഭയങ്കര ദേഷ്യത്തില് മെർസെല്ലോട് സംസാരിക്കുകയാണ്. നീ എന്തിനാടാ എന്നെ മോനെയും കൂട്ടിയിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? അവസാനം അവനെ കൊണ്ടുപോയിട്ട് കൊലക്ക് കൊടുക്കാനാണോ? ഈ സമയത്ത് മെർസെല്ല ആകെ കരഞ്ഞു പോകുന്നുണ്ട്. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ്, നീ ഒന്നും പറയണ്ട, ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയാണ്. ഭയങ്കര വിഷമിച്ചിട്ട് മെർസെല്ല ഇപ്പൊ പുറത്തു പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ജൂതയ്ക്ക് ഒരു പെങ്ങളുണ്ട്. അവളുടെ പേര് ടെർസ എന്നാണ്. ടെർസയ്ക്ക് ഈ മെർസെല്ലയെ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ അടുത്ത് പോയിരുന്നു അവനോട് സംസാരിച്ച് അവനൊന്ന് കൂളാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഈ ഒരു റിലേഷൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്. ഇവരുടെ അമ്മ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവാണ്. ശരിക്കും മെർസെല്ലയ്ക്ക് മാനസികമായിട്ട് ഇത് വലിയ വിഷമമുണ്ടാക്കുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞു. നല്ല ട്രീറ്റ്മെന്റും ചികിത്സയും എല്ലാം കിട്ടിയത് കൊണ്ട് തന്നെ ജൂത പഴയതുപോലെ ആരോഗ്യവാനാവുന്നുണ്ട്. ഈ നാട്ടിലെ ഒരു രാജകുമാരൻ തന്നെയല്ലേ, അപ്പൊ ഏറ്റവും നല്ല ചികിത്സ അവന് ലഭിക്കുമല്ലോ. മാത്രമല്ല അവന് സുഖം പ്രാപിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി ആയിട്ട് തന്നെ ഇത് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ടെർസ ഉണ്ടല്ലോ, നമ്മുടെ മെർസെല്ലയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, ഡാ, എനിക്ക് ഈ ലോകം മുഴുവൻ കാണണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. നീ എനിക്ക് ആ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ? ലോകം മുഴുവൻ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവര് സംസാരിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് ഇവളുടെ അമ്മ വരികയാണ്. അറിയാലോ, രണ്ടുപേരും തമ്മിൽ അടുക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. പിന്നീട് ഭയങ്കര വിഷമിച്ചുകൊണ്ട് ഈ മെർസെല്ല ഉണ്ടല്ലോ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കുമ്പോൾ ജൂത അങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ലടാ എന്താ പറ്റിയേ, നീ എന്താ പാർട്ടിയിൽ പങ്കെടുക്കാതെന്ന് ചോദിക്കുമ്പോൾ മെർസെല്ല കാര്യങ്ങൾ പറയാണ്. അറിയാലോ, നിന്റെ പെങ്ങൾ ടെർസ, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് നിന്റെ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പൊ ജൂത പറയാണ്, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അതുപോലെ തന്നെ എനിക്ക് നിന്നെ വലിയ കാര്യമാണ്. വയസ്സായവരല്ലേ, അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതായത് ഈ ഒരു കുടുംബത്തിൽ ജൂതയുടെ അമ്മ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും മെർസെല്ലയെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ മെർസെല്ലയ്ക്ക് എന്തോ മാനസികമായിട്ട് ആ ഒരു വിഷമം വന്നു കഴിഞ്ഞു. എന്റെ മുത്തശ്ശൻ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഈ ഒരു റോയൽ ഫാമിലിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് നിന്റെ അമ്മ എന്നെ കാണുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് അപമാനമായിട്ട് തോന്നുകയാണ്. ഞാൻ എന്തായാലും എന്റെ കാര്യം നോക്കി പോവുകയാണ്. അല്ലടാ, നീ എങ്ങോട്ടേക്ക് പോകാനാണ്? എവിടെ പോകാനാടാ? നിനക്കൊരു അത്താണി ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ മെർസെല്ല പറയാണ്, റോമൻ സൈന്യം അവരുടെ സൈന്യത്തിലേക്ക് ആളെ ചേർത്തോണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ, ഒരു ജോലി കിട്ടുമെന്ന്. കിട്ടുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും പെണ്ണ് ചോദിക്കാൻ. പക്ഷെ ജൂത സമ്മതിക്കുന്നൊന്നുമില്ല. എന്നാൽ മെർസെല്ല മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ജൂതയോട് യാത്ര പറഞ്ഞ് ആ രാത്രി തന്നെ അവൻ പോവുകയാണ്. ശരിക്കും അതൊരു നല്ല കാര്യമല്ലേ? അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിലും നല്ലത് ഒറ്റക്കാലിൽ നിന്ന് ആംബിയറിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നതല്ലേ ആണത്വം. അങ്ങനെ 3 വർഷങ്ങൾ കടന്നു പോവാണ്. അന്ന് ഈ വീട് വിട്ടുപോയ മെർസെല്ലയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ജൂതയ്ക്കും അറിയില്ല, സഹോദരിയായിട്ടുള്ള ടെർസയ്ക്കും അറിയില്ല. അവൾ
ഒരുപാട് കത്തുകൾ അയക്കുന്നുണ്ട്, ഒരു വിവരവുമില്ല. പിന്നെ ഈ 3 വർഷം കൊണ്ട് ജെറുസലേമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഏരിയ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് റോമക്കാർ തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി പലതരം വിദ്യകൾ അവർ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഒരു വലിയ സ്റ്റേഡിയം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള പുരാതനമായ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതിന്റെ ആ ഒരു കല്ലുകളും അവശിഷ്ടങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ജ്യോതിയെ നോക്കുകയാണെങ്കിൽ അവനെന്ന് പ്രണയിച്ച ഒരു പെണ്ണുണ്ടല്ലോ എസ്തർ, അവളുമായിട്ട് വിവാഹം കഴിച്ചു, നല്ലൊരു കുടുംബം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരാവശ്യത്തിന് ചന്തയിലേക്ക് പോയ നമ്മുടെ ജ്യോതി ഒരു കാര്യം കാണാണ്. അതായത് റോമക്കാർ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഈ റോമക്കാർക്കെതിരെയായിട്ട് പോരാട്ടം നടത്തുന്ന കുറച്ച് റിബൽസ് ഉണ്ട് ഈ ജൂതന്മാരുടെ ഇടയിൽപ്പെട്ട. അവരെ വിളിക്കുന്നത് സെലറ്റ് എന്നാണ്. ആ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ചിരിക്കുകയാണ്. അവന് ജീവനോടെ ഇനി കുരിശിലേറ്റാൻ വേണ്ടി പോവാണ്, ക്രൂരമായിട്ട് തന്നെ കൊല്ലാൻ പോവാണ്. ആ ആളുടെ മുഖം ഇപ്പോ ജൂത കാണുകയാണ്. അപ്പൊ ജൂത അവന്റെ സ്വയം മനസ്സിനോട് ഇങ്ങനെ പെറുപിറുക്കുകയാണ്, ഇവന്മാരെ കൊണ്ട് ഇവിടെയുള്ള സ്വാതന്ത്ര്യം കൂടെ പോയി തൊലയോ എന്ന്. ഇതേ നേരം തന്നെ അവിടെ മരപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണോ? അത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം പറയാൻ നിങ്ങൾ ആരാ എന്ന ഭാവത്തിൽ ഇപ്പൊ ജൂത അയാൾ നോക്കിയ സമയത്ത് അയാൾ നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിയിൽ ജൂതയ്ക്ക് എന്തോ വല്ലാത്തൊരു ഫീൽ അവന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അവന്റെ ഭാര്യയായിട്ടുള്ള എസ്തറും ഇത് കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പുഞ്ചിരിച്ച ആ മരപ്പണിക്കാരൻ അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും അയാളെ കുറിച്ച് ആലോചിച്ച് തന്നെ നേരെ ജൂത വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ദിവസം മുഴുവനും അയാൾ പറഞ്ഞ ആ ഒരു വാക്കുകളും അതുപോലെ തന്നെ ആ ഒരു ചിരിയും ജൂതയുടെ മനസ്സിലുണ്ടായിരുന്നു. രാത്രിയായ സമയത്ത് ജൂത എന്തൊക്കെയോ ഒരു കുശുകുശക്കൽ കേൾക്കുന്നുണ്ട്. ആരോ ഇങ്ങനെ പതുങ്ങിയിരിക്കും സംസാരിക്കുന്ന ശബ്ദം. പോയി നോക്കുമ്പോൾ 2 ആൾക്കാർ അവന്റെ കുതിരകളെയൊക്കെ പൂട്ടിയിട്ട് ആ ഒരു ആലയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അവർ ഈ ജൂതയെ കണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് ആയുധം എടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ടിർസ ഉണ്ടല്ലോ അതെന്റെ ചേട്ടനാണ്, ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. ഇത് ആരാന്നൊക്കെ ടിർസയോട് ചോദിച്ച സമയത്ത് അവള് പറയാണ്, അവർ ആ റോമക്കാർ ആക്രമിച്ച ആൾക്കാരാണ്. അപ്പൊ ഇവർ ആ ഒരു സെലറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണോ? നീ എന്തിനാണ് വെറുതെ ഇവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റിയത്? അല്ല, നിങ്ങൾ എന്തിനാണ് റോമക്കാരെ ആക്രമിക്കാൻ വേണ്ടി പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഈ ആക്രമിക്കപ്പെട്ട ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഈ ആൾക്കാർ പറയാണ്, അത് പിന്നെ നിനക്ക് അറിയില്ലേ, അവർ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുതിയ നിർമ്മിതി, ആ ഒരു വലിയ സ്റ്റേഡിയം അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങളെയാണ്, നമ്മുടെ ക്ഷേത്രങ്ങളെയാണ്. അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. എന്തായാലും ഇത് കുറച്ച് അപകടം പിടിച്ച പണിയാണെന്ന് ടിർസയോട് ജൂത വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഒരു കൂട്ടം റോമക്കാർ വന്നിട്ട് നമ്മുടെ ജൂതി അവന്റെ വീട്ടിൽ നിന്നും വെട്ടങ്ങനെ കൊണ്ടുപോവാണ്. ഇപ്പൊ ആകെ പേടിച്ചു പോയ ഈ എസ്തർ എന്താ കാര്യം ചോദിച്ചപ്പോ ജൂത പറയണ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും ഈ റോമക്കാർ നേരെ അവരുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ജൂതിയെ കൊണ്ടുവന്നാക്കിയിട്ട് പറയണം, സാർ ഇതാ നിങ്ങൾ ചോദിച്ച ആ ഒരു ജൂത എന്ന് പറയാണ്. ഇപ്പൊ അവിടെ അവരുടെ ആ ഒരു ക്യാപ്റ്റനെ കണ്ട് ശരിക്കും ജൂത ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മറ്റാരുമല്ല മെർസെല്ലയായിരുന്നു. 3 വർഷം മുന്നേ ഈ നാട് വിട്ടുപോയ അവൻ ഇന്ന് എങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി? നീ പറയടാ, എന്തൊക്കെയാ സംഭവിച്ചെന്ന് നീ പറ. അങ്ങനെ മെർസെല്ല അവന്റെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടുന്ന് പോയി ഞാൻ ആ ഒരു ആർമിയിൽ ജോയിൻ ചെയ്തു. പല നാടുകളിൽ പോയിട്ട് പല സ്ഥലങ്ങളിൽ എനിക്ക് പരിചയം പോലും ഇല്ലാത്ത തണുപ്പ് കൂടിയതും കുറഞ്ഞതും മരുഭൂമിയും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ ഞാൻ ചെയ്തടാ. ആ സമയത്താണ് പേർഷ്യയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നത്. അവിടെ വലിയൊരു യുദ്ധം തന്നെ സംഭവിച്ചു. ഒരു ഘട്ടത്തിൽ റോമൻസിന്റെ പടയാളികൾ തോറ്റി പിന്മാറുന്ന സമയത്ത് ഞാൻ അവരോട് ഉറക്കനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ബേക്കിലോട്ട് പോയിട്ട് കാര്യമില്ല, മുന്നോട്ടേക്ക് തന്നെ പോകണമെന്ന്. ഒരുത്തനും എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടേക്ക് പോകാൻ കണ്ടപ്പോൾ ചില ആൾക്കാർ എന്റെ പിന്നാലെ വന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റനായിട്ടുള്ള പോണ്ടിയസ് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്റെ തോളിൽ തട്ടിയിട്ട് പറയാണ്, അതും ആ യുദ്ധമുഖത്ത് വെച്ചെന്ന് പറഞ്ഞു, ഇനി മുതൽ നീ സാധാരണ ഒരു പട്ടാളക്കാരനല്ല, ഈ കാണുന്ന പട്ടാളക്കാരുടെ തലവനാണ്, നീ ക്യാപ്റ്റനാണ്. സോ അങ്ങനെയാണ് അവൻ ആദ്യമായിട്ട് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നത്. പിന്നീട് പലപ്പോഴായിട്ട് കഴിവ് തെളിയിച്ച് നല്ലൊരു പൊസിഷനിൽ ഇപ്പോ അവൻ വന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. മെർസെല്ലിയോടും അവന്റെ പട്ടാളക്കാരോടും ഒരു സ്ഥലം ചെന്നിട്ട് ആക്രമിക്കാൻ പറഞ്ഞു. എന്നാൽ ആ സ്ഥലത്ത് ആയുധമേന്തി ആരും ഉണ്ടായിരുന്നില്ല, മുഴുവൻ കർഷകരായിരുന്നു. അവർ കീഴ്പ്പെടുത്തൽ വളരെ നിസാരമായിരുന്നു. അതുകൊണ്ട് അവർ ഉപദ്രവിക്കാനും നിന്നില്ല. എന്നാൽ അവർ റോമക്കാർ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്നാൽ അവരെ ആക്രമിക്കുക, ആരോഗ്യമുള്ള പുരുഷന്മാരെ കൊല്ലുക എന്നത് അവരുടെ ആ ഒരു ശീലമായതുകൊണ്ട് തന്നെ അത് ഈ മെർസെല്ല ചെയ്യാത്തതുകൊണ്ട് ചില പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ അവന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു മനസാക്ഷി അവിടെ വെച്ച് അവൻ കാണിച്ചതേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. എന്നാൽ അവൻ ഈ ഒരു സ്ഥാനം കയറ്റം കൊടുത്ത പോണ്ടിയസ് നല്ല പവർഫുൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും ഈ ഒരു പൊസിഷനിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മെർസെല്ലയ്ക്ക് ഒരു ന്യൂസ് കിട്ടുകയാണ്. ഇവരുടെ കൂട്ടത്തിലെ കുറേയധികം പട്ടാളക്കാർ ഇവിടെയുള്ള ഒരു പഴയ ശവക്കല്ലറയുണ്ട്, അവിടെ അമ്പേറ്റേറ്റും വെട്ടേറ്റും കുത്തേറ്റും മരണപ്പെട്ട് കിടക്കുകയാണ്. ഇത് ചെയ്തത് മിക്കവാറും അവർ തന്നെ, ആ ഒരു പോരാളികളായിട്ടുള്ള സെലറ്റ് യാങ്. എന്തായാലും ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ഇപ്പൊ മെർസെല്ല പോകാൻ നിൽക്കണം. അതിന് മുന്നേയായിട്ട് ജ്യോതിയോട് പറയണം, എന്തായാലും നീ പോയിക്കോ. അതിന് മുന്നേയായിട്ട് എനിക്ക് നിന്നോടൊരു സഹായം ചോദിക്കാനുണ്ട്. നീ എന്തായാലും ഈ നാടിന്റെ രാജകുമാരനല്ലേ, നീ വിചാരിച്ചാൽ ഈ ഒരു ഗ്യാങ്ങിനെ ഒതുക്കാൻ പറ്റുമോ? അധികം വൈകാതെ ഞങ്ങളുടെ ക്യാപ്റ്റൻ പോണ്ടിയസ് ഇതിലൂടെ പാസ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നേരെ ഒരു വലിയ അറ്റാക്ക് നടത്താനാണ് ഈ ഒരു സെലറ്റിന്റെ പദ്ധതി. ദയവ് ചെയ്ത് ആ ഒരു ആക്രമണത്തിൽ നിന്നും നീ അവരെങ്ങനെയെങ്കിലും പിന്മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക, എനിക്കും അത് പ്രശ്നം ഉണ്ടാവും. ഇതിനുശേഷം ഈ മെർസെല്ല ഉണ്ടല്ലോ നമ്മുടെ ജ്യോതിക്ക് ഒരു വാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഒരുപാട് യുദ്ധങ്ങളിൽ മെർസെല്ല ഉപയോഗിച്ച വാളായിരുന്നത്, ഒരുപാട് പേരെ കൊന്ന വാളാണിത്. എന്തായാലും ജൂത, ഇത് നീ നിന്റെ കയ്യിൽ വെച്ചോ, ഇതുകൊണ്ട് ആരെയും നീ കൊല്ലാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ പോവാൻ നേരത്തെ ജൂത മെർസെല്ലയോട് തീർച്ചയായിട്ടും രാത്രി വീട്ടിലേക്ക് വിരുന്നിന് വരണം എന്ന് പറയണം. തീർച്ചയായിട്ടും വരാന്ന് ഇപ്പൊ മെർസെല്ല പറയുന്നുണ്ട്.
ഇതിനുശേഷം മെർസല നേരെ സംഭവ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കല്ലറയുടെ ഭാഗത്തായിട്ട് ഒരുപാട് പേര് അമ്പയത്തേറ്റ് കിടക്കുന്നുണ്ട്. എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ പല ഭാഗത്തുനിന്നും പെട്ടെന്നാണ് അവർ ആക്രമിച്ചത്. ഇതേ സമയത്ത് മെർസല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ എടുക്കാൻ നോക്കിയത്? ഇത് പവിത്രമാക്കപ്പെട്ട അവരൊരുപാട് കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ? എന്നാൽ ഈ ജൂതന്മാരെ കുറിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു റോമൻ കമാൻഡർക്ക് തീരെ ഇഷ്ടമായില്ല. അയാൾ പറയണം, ഞാൻ എന്തായാലും ഇത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും, കുറച്ച് വയലൻസ് കാണിച്ചാൽ തന്നെ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. മെർസൽ അതിനെ തടുക്കാൻ നോക്കിയിട്ട് അയാൾ അത് കേൾക്കാതെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത സീനിൽ ജൂതയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ പരിക്ക് പറ്റിയ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന അമ്പും വില്ലും എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ജൂത പറയാണ്, വെറുതെ അനാവശ്യമായിട്ടുള്ള പരിപാടിക്കൊന്നും നീ നിൽക്കണ്ട. എന്തിനാണ് വെറുതെ ആ ഒരു റിബൽസിന്റെ വാക്കും കേട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലാൻ ഇറങ്ങുന്നത്? നിനക്കൊരു കുടുംബമില്ലേ? അവരുടെ അടുത്തേക്ക് പോയിക്കൂടെ? ആവശ്യമില്ലാതെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ സമാധാനം കൂടെ നീ ഇല്ലാതാക്കുന്നത്? നിന്റെ മുറിവും കാര്യങ്ങളും ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ അവരുടെ അടുത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ആരുടെ അടുത്തേക്ക്? എന്റെ അച്ഛന്റെ അടുത്തേക്കോ അമ്മയുടെ അടുത്തേക്കോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഇപ്പൊ ജീവനോടെ ഇല്ല. എന്റെ അച്ഛന് ആരോഗ്യമുണ്ട് എന്ന ഒരു പേര് കൊണ്ട് മാത്രം അവർ എന്റെ അച്ഛനെ വെട്ടിക്കൊന്നു. എന്റെ അമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയും എന്നുള്ള ഒരു കഴിവുകൊണ്ട് മാത്രം അവരെ കൊണ്ട് അതിന് പറ്റാതാക്കി. അതിൽ മനം നൊന്ത് എന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. ഇനി പറ, ഞാൻ എങ്ങോട്ടാ തിരിച്ചു പോകേണ്ടത്? റോമക്കാരുടെ ഈ ഒരു ക്രൂരകൃത്യം നേരിട്ട് അനുഭവിച്ച ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ സമയത്ത് ജൂത ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതിയിട്ട്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇന്ന് രാത്രി വരാന്ന് പറഞ്ഞല്ലോ മെർസലിനെയും അവന്റെ കൂടെ അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റോമൻ പട്ടാളക്കാരനും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. വരുന്ന സമയത്തിന് ഒരുപാട് വലിയ യാത്ര കഴിഞ്ഞ് വരികയല്ലേ. അവന്റെ അമ്മയ്ക്കായിട്ട്, അമ്മ അവനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലും അമ്മയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്കായിട്ട് നല്ല വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വിരുന്നും കാര്യങ്ങളും നടക്കുകയാണ്. ഇതിനിടയിൽ അവനോട് സംസാരിക്കാനായിട്ട് ടെറിസ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ടും ഇവനെയും കാത്തിരിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടി. അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ടേക്ക് ജൂത വരികയാണ്. ഡാ ഇങ്ങോട്ട് വാ, നിനക്കൊരു സാധനം കാണിച്ചു തരാണ്ട്. ചെറുതായിട്ട് ഈ ഒരു മെർസലിലേക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയണ, നിന്റെ ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി ശല്യമായിട്ട് വരിക, തട്ടിക്കളയുടെ ഞാനാണ്, ചുമ്മാ തമാശക്കിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ജൂത അവന് വിളിച്ചത് എന്താണെന്നറിയോ? അവന് നല്ലൊരു അടിപൊളി സമ്മാനം കൊടുക്കാനാണ്. അതായത് ജൂതയുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. എന്തായാലും നല്ലൊരു വെള്ള കുതിരയെ അവന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ മെർസൽ ചോദിക്കുകയാണ്, ജൂത നിനക്കറിയാണെങ്കിൽ പറ, ഏതാണ് ഈ സെലക്ട് ഗ്യാങ്? അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളെ കുറിച്ചൊന്ന് പറഞ്ഞു നീ. എന്നാൽ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഓൾറെഡി ഈ വീട്ടിൽ വിളിച്ചിരിക്കുകയാണ്. അവനെ കുറിച്ച് യാതൊരു അക്ഷരവും ഇപ്പൊ ജൂത മിണ്ടുന്നില്ല. മിണ്ടിയാൽ അവനെ ഇവിടെ വെച്ച് കൊന്നുകളയെന്ന് ജൂതക്ക് ഉറപ്പായിരുന്നു. ഇല്ലടാ എനിക്കൊന്നും അറിയില്ല എന്ന് ഇപ്പൊ മെർസലയോട് ജൂത പറഞ്ഞെങ്കിലും അവന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ജൂതക്ക് അറിയാമെന്ന് മെർസലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മെർസല അവനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ ഇതിലൂടെ കടന്നു പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ എത്തിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള പോണ്ടിയസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡറാണ്. അദ്ദേഹം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു സ്ക്രാച്ച് വന്നാൽ തന്നെ ഈ നാടിനെ അവർ കത്തി എരിയിപ്പിച്ച് കളയും. ഏയ് ഒന്നും സംഭവിക്കില്ലടാ, നീ ധൈര്യമായിട്ട് പോയി വന്ന് ഇപ്പോ ജൂത അവനോട് പറയാണ്. എന്തായാലും അധികം വൈകിയില്ല, ഇപ്പൊ ഈ ഒരു മെർസല പറഞ്ഞ ആ ഒരു വലിയ കമാൻഡർ ഉണ്ടല്ലോ പോണ്ടിയസ്, ഈ നാട്ടിലൂടെ മറ്റൊരു നാട്ടിലേക്ക് ക്രോസ് ആവാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പടയാളിക്കൂട്ടം നല്ല കൂടുള്ളത്, ഒരുപാട് ആളുകളുണ്ട്. വരുന്ന സമയത്ത് തന്നെ പോണ്ടിയസ് എന്ന ഈ ഒരു പടനായകനോട് കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഈ ജെറുസലേമിലൂടെ പാസ്സാവുന്ന കാര്യത്തിൽ മെർസല നോക്കിക്കോളും, അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളമായിട്ടാണ് ഈ ഒരു പടനായകൻ ഇവർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ജോത ഈ കാര്യങ്ങളൊക്കെ കേൾക്കാണ്. ജ്യോതിയും അമ്മയും പെങ്ങളും എല്ലാവരും അവരുടെ ആ ഒരു വീടിന്റെ മുകളിൽ വന്നിട്ട് താഴോട്ട് നോക്കുകയാണ്. പെട്ടെന്നാണ് ഇവരെ അഭയം കൊടുത്ത ആ ഒരു പയ്യൻ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അമ്പ് എടുത്തുകൊണ്ട് ഈ പടനായകനുണ്ടല്ലോ പോണ്ടിയസ്, ഇയാൾക്ക് നേരെ എയ്യാണ്. എന്നാൽ കുറുകെ ചാടി വീണ മെർസല അവരെ രക്ഷപ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പട്ടാളക്കാർ മുഴുവനായിട്ട് മലയിട്ടാവുകയാണ്. ഇപ്പൊ ഓടി രക്ഷപ്പെട്ട ആ ഒരു പയ്യന്റെ പിന്നാലെ തന്നെ നമ്മുടെ ജൂത ചെന്നിട്ട് അവനെ പിടിക്കുകയാണ്. നീ എന്താ അബദ്ധമായി കാണിച്ച് എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഇവിടെ വെച്ച് നമ്മുടെ ജൂതയുടെ കുടുംബം ഇല്ലാതാവാൻ വേണ്ടി പോവാണ്. എന്നിരുന്നാലും ആ ഒരു പാവം ചെറുപ്പക്കാരനെ ജൂത പിടിച്ചു കൊടുത്തില്ല കേട്ടോ, അവനോട് രക്ഷപ്പെട്ടു എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ റോമൻ പട്ടാളക്കാർ ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് ഇരച്ച് കയറി വരുന്നുണ്ട്. ഇവരുടെ അമ്മ ഇവരോട് എല്ലാവരോട് രക്ഷപ്പെട്ടു പോകാൻ പറയാണ്. എസ്തർ എങ്ങനെയൊക്കെ ഓടി പുറത്തേക്ക് കടന്നു. എന്നാൽ അപ്പോഴേക്കും ബാക്കിയുള്ള പട്ടാളക്കാർ വന്ന് എല്ലാവരും പിടിക്കുകയാണ്. ഇവർ കയറി വന്നപാടും ചെയ്യുന്നത് നമ്മുടെ ജൂതയുടെ അപ്പൂപ്പനുണ്ടായിരുന്നു, അയാളുടെ കഴുത്തറുത്ത് അയാളെ കൊന്നുകളയാണ്. ജൂതയും പിടിച്ചു, ജൂതയുടെ അമ്മയും പിടിച്ചു, അതുപോലെ തന്നെ അനിയത്തിയായിട്ടുള്ള ടെറിസയും പിടിച്ചിട്ടുണ്ട്. ആരാണ് ഇത് ചോദിച്ചത്? മര്യാദക്ക് പറഞ്ഞു എന്ന് ഇവരെങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. തന്റെ കുടുംബത്തെങ്കിലും രക്ഷപ്പെടുത്താലോ എന്ന് കരുതിയിട്ട് ജൂത സ്വയം അത് ഏറ്റെടുക്കുകയാണ്. ഞാനാ ചെയ്തേന്ന് പറയാണ്. എന്നാൽ വീടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വിശദമായിട്ട് പരിശോധിച്ച മെർസലയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം എന്താണെന്നറിയോ? അവിടെ ആ ഒരു അമ്പും അതുപോലെ തന്നെ ഈ മുറിയെല്ലാം കെട്ടിവെച്ച ആ ഒരു തുണി ഉണ്ടല്ലോ, ഇത് അവിടെ കാണുകയാണ്. അപ്പൊ മെർസൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി. എന്നാൽ ജൂത അതിനെക്കുറിച്ചൊന്നും ആ പാവം പയ്യനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അത് ജൂതയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് തന്നെ വലിയ വിനയായി എന്ന് പറയാലോ. ഇപ്പൊ ജൂതയുടെ അമ്മയുണ്ടല്ലോ അവിടെ കെടുക്കാണ്, പട്ടാളക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന മെർസലയോട് പറയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ മകളെങ്കിലും രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു കമാൻഡർ പറയാണ്, അതായത് നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പോണ്ടിയസ് ഇതിലൂടെ പാസ്സായത്. നീ പറഞ്ഞ നിന്റെ ആളുകളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അറ്റാക്ക് ഉണ്ടായത്, അതിനർത്ഥം നീ കൂടെ ഇതിന് കൂട്ടു നിന്നു എന്നല്ലേ? അപ്പൊ മെർസല ഇവരെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയാൽ അവൻ ശരിക്കും പെട്ടു.
പെട്ടുപോകും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പൊ രണ്ട് സ്ത്രീകള്, അതായത് ജൂതയുടെ അമ്മയും പെങ്ങളും രണ്ടുപേരെയും അടിമപ്പാളയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടും ജൂതയാണെങ്കിൽ കുരിശിലേറ്റി കൊല്ലാൻ വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു റോമൻ പട്ടാളക്കാരന്റെ കഴുത്തിൽ അവൻ കത്തി വെക്കുന്നുണ്ട്. മര്യാദക്ക് എന്റെ അമ്മയും പെങ്ങളെയും വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇയാളെ കൊന്നുകളെന്ന് പറയുന്നുണ്ട്. എന്ന എന്ത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് വന്ന മെർസല ചോദിക്കേണ്ടത്, ഞാൻ ഇന്നലെ നിന്നോട് പച്ചയായിട്ട് ചോദിച്ചതാണ്, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ നിനക്ക് എന്നെക്കാൾ വലുത് അവനായിരുന്നില്ലേ, ആ റിബൽസ് ആയിരുന്നല്ലോ. ഇപ്പൊ കണ്ടില്ലേ അവസാനം എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും ജൂതയുടെ കയ്യിൽ നിന്നും അവർ കത്തി മേടിക്കുകയാണ്. അവന്റെ ഫാമിലി, അതായത് അമ്മയും പെങ്ങളെയും അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതുപോലെ അവന്റെ തോളില് വലിയൊരു കുരിശ് വെച്ചു കൊടുക്കുകയാണ്. അതിന്റെ ആ ഒരു ഭാരം വരെ അവന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അത് വലിച്ചുകൊണ്ട് ക്രൂരമായിട്ട് അവനെ പീഡിപ്പിച്ചുകൊണ്ട് ആ തെരുവിലൂടെ അവനെ നടത്തിച്ചു കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിന് ദാഹിച്ച അവന് എസ്തർ ഓൾറെഡി രക്ഷപ്പെട്ടല്ലോ. അവളൊരു ഇച്ചിരി വെള്ളവുമായിട്ട് അവനത് കൊടുക്കാൻ വരുമ്പോൾ പട്ടാളക്കാരൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് ആ വെള്ളം വാങ്ങി മറ്റൊരാൾ അത് അവന് കൊടുക്കുകയാണ്. ഇത് തടുക്കാൻ നിന്ന പട്ടാളക്കാരന്റെ മുഖത്തേക്ക് ആ ആളൊന്ന് നോക്കുന്നുണ്ട്. ഇതെന്റെ കടമയാണ്, ഞാനത് ചെയ്യുന്നു പറയാണ്. അങ്ങനെ അത്രയും പട്ടാളക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ആളുണ്ടല്ലോ ജ്യോതിക്ക് ആ ഒരു വെള്ളം കൊടുക്കുന്നുണ്ട്. അവൻ ആ ഒരു വെള്ളം കുടിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്ന് ആ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ജ്യോതി ചോദിച്ച സമയത്ത് അയാൾ പറയുന്നുണ്ട്, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നാലും ഇതേ ചെയ്യുള്ളൂ. എല്ലാ പട്ടാളക്കാരും വ്യത്യസ്തനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മനുഷ്യൻ ആരായിരിക്കും? അത് തന്നെ ക്രിസ്ത്യൻസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീസസ്, ഇനി മുസ്ലിംസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈസാ നബി. എന്തായാലും ഇതിനുശേഷം ക്രൂരമായി പീഡിപ്പിച്ച് അവനെ കൊല്ലുന്നില്ല, പകരം നേരെ കൊണ്ടുപോകുന്നത് ടൈറസ് എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതൊരു തുറമുഖമാണ്. അവിടെ തന്നെ ഒരുപാട് യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു. ആ കപ്പൽ തുഴയാനായിട്ട് അതിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് അടിമകളുണ്ടാവും. ആ കൂട്ടത്തിലേക്കാണ് ഇവർ നമ്മുടെ ജൂതനെ കൊണ്ടുവിടുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ജൂത വരുന്നത്. അവനാകെ പേടിച്ചുപോയി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മേൽനോട്ടക്കാരൻ പറയാണ്, എന്തോന്ന് നോക്കി നിൽക്കാടാ, വന്നിരുന്ന് തുഴയി നീ അങ്ങോട്ട്, അല്ലെങ്കിൽ അടിച്ച് പുറം പൊളിക്കുന്നു പറയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരുടെയും പുറത്ത് ചാട്ടവാറ് വീഴുന്നുണ്ട്. പേടിച്ചു പോയ ജൂത വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പങ്കായത്തിൽ പോയി പിടിക്കുകയാണ്. എത്ര വേഗത്തിൽ ഇവർക്ക് തുഴയാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഇവർ തുഴഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് മിഷീൻ പോലെ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആടിയുലയുന്ന ആ ഒരു കടലിലേക്ക് പിന്നീട് കപ്പൽ പോകുന്നുണ്ട്. മാത്രമല്ല ഇതിനെ നിയന്ത്രിക്കുന്ന ആള് അവിടെ എഴുതുകൊണ്ട് ഒരു ചെണ്ട കൊട്ടും. ആ ചെണ്ടയുടെ താളത്തിന് ഇവരതങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. 5 വർഷം കഴിഞ്ഞു. അത്ര വലിയ ആരോഗ്യം ഇല്ലാത്ത ശരീരം ഉണ്ടായിരുന്ന ഈ ഒരു ജൂത ഇപ്പോ ഇതിങ്ങനെ 24 മണിക്കൂറും തുഴഞ്ഞ് ബോഡി നല്ല അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ്. അവനിപ്പോ നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്തിന് വലിയൊരു യുദ്ധമുഖത്താണ് ഇവരുടെ ഒരു കപ്പലുള്ളത്. മുകളിലുണ്ടായിരുന്ന റോമന്റെ പടനായകൻ വേഗം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ്. നിങ്ങളൊക്കെ എവിടെ ഇരുന്ന് എന്താടാ കാണിക്കുന്നത്? ഇത് യുദ്ധമുഖാണ്, അല്ലാതെ വിനോദയാത്രക്ക് വന്നതല്ല. ഉറങ്ങുകയാണ് നിങ്ങൾ. ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിന്റെ കൈ ഒരേറ്റ വെട്ടിമുറിക്കലാണ്. ഇനി വേഗത്തിൽ തുഴഞ്ഞില്ലെങ്കിൽ ഓരോന്നിന്റെ കൈയും തലയും ഞാൻ വെട്ടിയെടുക്കുന്ന അറിയാണ്. അത്രയും ക്രൂരനായിട്ടുള്ള ഒരു പടനായകൻ തന്നെ. എന്തായാലും ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പേടിക്കാണ്. നല്ല ശക്തിയായിട്ട് ഇവർ തുഴയുന്നുണ്ട്. തുഴച്ചിലിന്റെ സ്പീഡ് കുറഞ്ഞാൽ കപ്പലിടിക്കും, പൊളിയും. എന്തായാലും മുകളിലേക്ക് പോയി അതിഗംഭീരമായിട്ടുള്ള ശക്തമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇവരുടെ കപ്പല് ഭാഗികമായിട്ട് തകർന്നു പോവാണ്. ഇതിനിടയിലൂടെ ആ ഒരു ഗ്യാപ്പിലൂടെ ഇവരുടെ ആ ഒരു ക്യാപ്റ്റൻ തന്നെ വെള്ളത്തിലേക്ക് വീഴുന്നത് ഇപ്പൊ ജൂത കാണുകണ്ടോ. അധികം വൈകിയല്ല കപ്പൽ പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. എല്ലാവരും വെള്ളത്തിലാവുന്നുണ്ട്. ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ജൂത മാത്രമാണ്. കാരണം അവനൊരു മരത്തടിയിൽ പിടുത്തം കിട്ടി. ബോധം പോയെങ്കിലും അതിൽ അള്ളിപ്പിടിച്ച് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ മെർസലിലേക്ക് ഈ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് യുദ്ധത്തിന് പോയ ഒരുപാട് കപ്പലുകൾ തകർന്നിട്ടുണ്ട് എന്ന്. ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ലേ നമ്മുടെ ജൂത, അവൻ എങ്ങനെയൊക്കെയോ തീരത്തോട് അടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അവനൊരു ഇച്ചിരി ബോധം വന്നെങ്കിലും അധികം വൈകാതെ ആ ഒരു ബോധം പോവാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതോ ഒരു ആലയിലാണ്. ചുറ്റും കുറച്ച് കുതിരകളൊക്കെ ഉണ്ട്, നല്ല വെള്ള കുതിരകൾ. ഐറ്റങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് പിണ്ണാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പുകൊണ്ട് അവനതെടുത്ത് തിന്നുകയാണ്. എന്തായാലും വിശന്ന പിന്നെ മനുഷ്യർ ഇതെല്ലാം ഇതിന്റെ അപ്പുറം എടുത്ത് തിന്നു. എന്നാൽ ആ ആലയിൽ ഒരു കുതിര മാത്രം ഭയങ്കര ക്ഷീണിച്ചുകൊണ്ട് നിലത്ത് വീണ് എടുക്കുകയാണ്. വേഗം തന്നെ അതിന് തലോടി അതിന്റെ ആ ഒരു ആരോഗ്യാവസ്ഥ അവന് മനസ്സിലായി. വേഗം തന്നെ ഭക്ഷണത്തിൽ ഒരു ഇച്ചിരി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തലോടിയും ഒഴിഞ്ഞും എല്ലാം ചെയ്തപ്പോൾ കുതിര ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് അമ്പരന്ന് പോയ ഈ കുതിരയുടെ യജമാനൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആളെ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ ജൂതയെ കണ്ട പാടിനെ മനസ്സിലായി, നീ ഒരു അടിമയല്ലേ, എവിടെയായിരുന്നു ഇത്രയും കാലം, എന്തിന്റെ പേരിലാണ് നിന്നെ അവർ അടിമയാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ 5 വർഷം കപ്പലിലായിരുന്നു. പട്ടാളക്കാർക്കെതിരെയായിട്ട് ആയുധം എടുത്തതിന്റെ പേരിലാണ് അവരെന്നെ അടിമയാക്കി മാറ്റിയത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിന്നെ കൂടെ നിർത്തുകയാണെങ്കിൽ അതെനിക്ക് പണിയാവും. റോമക്കാരെ തന്നെ നിന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ ജൂത പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കരുത്. എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്കൊരു അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. എനിക്ക് അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. അതുപോലെ എന്നെ കൂടെ നിർത്തുകയാണെങ്കിൽ നിങ്ങളൊരു കുതിരക്കാരനല്ലേ, അത് വെച്ച് മത്സരം നടത്തുന്ന ആളല്ലേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കൂടെ നിർത്തിയാൽ പ്രയോജനം ഉണ്ടാകും. കാരണം കുതിരയെക്കുറിച്ച് അത്രയും ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. നേരത്തെ ഓൾറെഡി വയ്യാത്ത ആ ഒരു കുതിരയെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇവനിപ്പോ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇയാൾക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ അറിയാം, കൂടെ നിർത്താന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, ശരി നീ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ കൂടെ നിർത്താം, നിന്നെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ നീ നിന്റെ കടം വീട്ടിയിരിക്കണം. എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നീ മാക്സിമം ചെയ്തു തരണം. അങ്ങനെ ഇയാളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഡാരി എന്ന് പറയണം. ഏതോ ഒരു അറബിയേറ്റാ തോന്നുന്നു. എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ജെറുസലേമിൽ തന്നെ കാണിക്കുകയാണ്. അവിടെ തന്നെ
തന്നെ ഉണ്ടായിരുന്ന കുറച്ച് നാട്ടുകാര് അവരുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാള് എന്തോ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളെ കല്ലെറിഞ്ഞ് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ജീസസ് അല്ലെങ്കിൽ ഈസാ നബി, രണ്ടു കൂട്ടരും രണ്ടുപേരിൽ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് വന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അവരോട് പറയാണ് ഇതൊരു മനുഷ്യജീവിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ ആ ഒരു കരുണ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അതിലൂടെ പോയ ഈ റോമക്കാരുടെ ലീഡർ ആയിട്ടുള്ള പോണ്ടിയസ് കൂടെ തന്നെ മെർസല്ലി ഉണ്ടായിരുന്നു. മെർസല്ലിയുടെ പോണ്ടിയസ് പറയാണ് വാളിനേക്കാൾ അതുപോലെ തന്നെ വെടിയുണ്ടയേക്കാൾ എല്ലാത്തിനേക്കാളും മൂർച്ചയുണ്ട് ആ മനുഷ്യന്റെ ആ വാക്കുകൾക്ക്. തീർച്ചയായിട്ടും അയാളുടെ മേലെ ഒരു കണ്ണ് വെച്ചോ എന്ന് ഇപ്പൊ ഈ പോണ്ടിയസ് മെർസല്ലിയോട് പറയാണ്. ഇതേ സമയം ഷെയ്ഖ് ഡാരിൻ അയാളുടെ ആ ഒരു ടെന്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുതിരകൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഒരെണ്ണത്തിന് തീരെ വയ്യാതായപ്പോ അതിനിപ്പോ നന്നാക്കി എടുത്തിരിക്കുകയാണ് നമ്മുടെ ജൂത. അപ്പൊ അതൊന്ന് ഉഷാറായി എന്ന് കണ്ടപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു റൈഡർ അതിനിങ്ങ് തന്നെ ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 4 കുതിരകളെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട് എന്ന് ജൂത പറയുന്നുണ്ട്. അതിനെ മുന്നിൽ കെട്ടല്ലേ കുറച്ച് പിന്നിലേക്കാക്കി കെട്ട് എന്ന് ഇതൊന്നും കേൾക്കാതെ അയാൾ പറയണത് നീ ഒന്ന് പോയടാ അവിടുന്ന്, നിന്നെക്കാൾ എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആ 4 കുതിരയും തോന്നിയ പോലെ കെട്ടിയിട്ട് ഇവൻ അതിനെയും കൊണ്ട് റൈഡിന് പോവാണ്. അധികം വൈകിയില്ല, കുതിരയുടെ കൺട്രോൾ പോവാണ്. ആ വയ്യാത്ത കുതിര മുക്കും കുത്തി വീഴുന്നുണ്ട്, കൂടെ തന്നെ ഇയാളും. പിന്നെ ബാക്കിയുള്ള ഒരു 3 കുതിരകൾ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു ടെന്റ് വരെ തകർക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ പാഞ്ഞ് അതിന്റെ മുകളിലേക്ക് കയറിയ ജൂതയാണ് അതിനെ പിന്നീട് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കണ്ട ആ ഒരു ഷെയ്ഖ് ഡാരിയസ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നിനക്ക് എങ്ങനെയാണ് കുതിരകളെ കുറിച്ച് ഇത്രയും വലിയ ജ്ഞാനം കിട്ടിയത്, നീ ശരിക്കും ആരാടാന്ന്? ഇപ്പോഴാണ് ജൂത അവന്റെ കഥകൾ മുഴുവനായിട്ടും ഈ ഷെയ്ഖ് ഡാരിനോട് പറയുന്നത്. ജെറുസലേമിലെ തന്നെ ആ ഒരു ചെറിയ ഏരിയയിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ രാജകുമാരൻ തന്നെയായിരുന്നു ഈ ഒരു ജൂത. അങ്ങനെ എല്ലാ കഥകളും ഷെയ്ഖ് ഡാരിനോട് പറയുന്ന സമയത്ത് ഡാരിൻ പറയാണ് ഈ റോമക്കാരെ കൊണ്ട് തോറ്റു. എല്ലാ നാട്ടിലും ഒരുമാതിരി അരാജകത്വം ഉണ്ടാകലാണ് ഇവരുടെ ആ ഒരു പരിപാടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചു പോകുന്നത്. ഈ ഹോഴ്സ് റൈഡിങ്ങും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടേ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇത് തന്നെയാണോ? ആ അത് തന്നെ മോനെ. പക്ഷെ ഈ ഇടയിലായിട്ട് ജെറുസലേമിൽ ഒരു പുതിയ പോരാളി വന്നിട്ടുണ്ട്. അവന്റെ പേര് മെർസല്ല എന്നാണ്. ഞാൻ ആരെയൊക്കെ വിട്ടാലും ശരി അവന്മാരെല്ലാം ഈ ഒരു മെർസല്ല തോപ്പിക്കും. എന്ത് മെർസല്ലയോ? ആ ഒരു പേര് കേട്ട് നമ്മുടെ ഈ ഒരു ജൂത തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മെർസല്ല അവൻ തന്നെയായിരിക്കും മിക്കവാറും അത്. എന്തായാലും അധികം വൈകാതെ ഇവർ നേരെ ജെറുസലേമിലേക്ക് പോവാണ്. കാരണം അവിടെ ഒരുപാട് മത്സരങ്ങളുണ്ട്. ആ മത്സരത്തിൽ ഈ ഷെയ്ഖ് ഡാരിന് പങ്കെടുക്കണം. കൂടെ തന്നെ നമ്മുടെ ജൂതയ്ക്ക് ജെറുസലേമിലേക്ക് പോകും വേണമല്ലോ. അവന്റെ ഭാര്യ അതുപോലെ തന്നെ പെങ്ങള് അമ്മ എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ചധികം കഠിനമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഇവർ ജെറുസലേമിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്ന ചെറിയൊരു ജോലിയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എസ്തർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പബ്ലിക്കലി അവൾ ആ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എസ്തറിനെ ആര് കാണുന്നുണ്ട്? നമ്മുടെ ജൂത കാണുകയാണ്. സോ അവൾക്ക് മിന്നായം പോലെ ഒരു നോട്ടം കൊടുത്ത് അവൻ വേഗം അവിടെ നിന്ന് പോവാണ്. എന്ന് ഈ മനുഷ്യനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ എസ്തർ ഉണ്ടല്ലോ അയാളുടെ പിന്നാലെ ചെല്ലുകയാണ്. എന്നാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ആളെ കാണാനില്ല. പെട്ടെന്നൊരു കൈ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കാണ്, ഇരുട്ടത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ആ ആളെ കണ്ട സമയത്ത് അവളാകെ ഞെട്ടിപ്പോയി. മറ്റാരും ആയിരുന്നില്ല, അവളുടെ ഭർത്താവായിട്ടുള്ള ജൂതയായിരുന്നു. സങ്കടം കൊണ്ട് അവൾ കരയാൻ തുടങ്ങുകയാണ്. എന്തായാലും എസ്തറിനെ കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ എസ്തറിനോട് ഇപ്പൊ ജൂത ചോദിക്കുന്നുണ്ട് എവിടെ എന്റെ അമ്മയും അനിയത്തിയും എന്ന്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല എന്ന് തന്നെ എസ്തർ പറയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ജൂത നിർബന്ധിച്ചതുകൊണ്ട് തന്നെ എസ്തർ പറയാണ് അവരെ കുറിച്ച് അറിയെങ്കിൽ അത് മെർസല്ലിക്ക് മാത്രമായിരിക്കും. എന്തായാലും ഞാൻ അവനെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ വേറൊരു കാര്യം, നീ എന്നെ കുറിച്ച് പേടിക്കേണ്ട. ഈ ഒരു നഗരത്തിന്റെ പുറത്തായിട്ട് ഒരു ടെന്റ് ഉണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറയാണ്. ഇവിടെ സീനിലട്ടായി അടുത്ത സീനിൽ മെർസല്ലിയെ കാണിക്കുകയാണ്. മെർസല്ലയുടെ അടുത്തേക്ക് ഒരു റോമൻ പട്ടാളക്കാരൻ വന്നിട്ട് പറയാണ് ഈ ഒരു പൊതി നിങ്ങൾക്ക് വേണ്ടി ആരോ തന്നതാണ്, ആരാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു വസ്തു കണ്ടാൽ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, ആ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറയാണ്. എന്തായാലും ആ ഒരു പൊതി കുറച്ച് ആശ്ചര്യത്തോടു കൂടി മെർസല്ല തുറന്നു നോക്കുമ്പോൾ അവൻ അന്ന് അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ജൂതയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു വാളായിരുന്നു. അപ്പൊ തന്നെ വന്ന ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആള് അത് ആരാണെന്ന് മെർസല്ലയ്ക്ക് മനസ്സിലായി. പോവേണ്ട സ്ഥലം ഏതാണെന്നും മനസ്സിലായി. എവിടെയാണ്? രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച് വളർന്ന ജൂതയുടെ ആ ഒരു വീട് തന്നെ. അങ്ങനെ ആ രാത്രിയിൽ ഒറ്റയ്ക്ക് മെർസല്ല നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു വീട്ടിൽ അവനെ കാത്തുകൊണ്ട് ജൂത ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരും ഉപയോഗിക്കാതെ ഒരുപാട് കാടും വള്ളിയെല്ലാം പടർന്നുകൊണ്ട് ആകെ കൂടി ഒരു നശിച്ച കോലത്തില്. ഒരു കാലത്തിൽ എത്ര സമ്പന്നമായിരുന്ന ഒരു വീടായിരുന്നല്ലേ ഇത്. എന്തായാലും അവൻ അവിടെ കാത്തുകൊണ്ട് തന്നെ നമ്മുടെ ജൂത ഇരിക്കുന്നുണ്ടായിരുന്നു. വന്ന പാട് തന്നെ മെർസലിനോട് ചോദിക്കുന്നത് എന്റെ അമ്മയും അതുപോലെ തന്നെ പെങ്ങളായിട്ടുള്ള ടിർസ അവൾ എവിടെയെന്നാണ്. എന്നാൽ മെർസല് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവര് മരിച്ചുപോയി എന്നൊക്കെ. ദേഷ്യം കൊണ്ട് ജൂത അവനിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. ശബ്ദം കേട്ടപ്പോൾ ഒരുപാട് പോരാളികൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. കാരണം ഈ മെർസൽ ഒറ്റയ്ക്കല്ല വന്നത്, അവന്റെ കൂടെ റോമൻ പട്ടാളക്കാരുണ്ടായിരുന്നു. എന്തായാലും വേഗം തന്നെ ജൂത അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ ആ ഒരു ടെന്റിലേക്ക് പോവാണ്. അർദ്ധരാത്രിയായ സമയത്ത് ആ ടെന്റിലേക്ക് ആരൊരാൾ വരുന്നുണ്ട്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ജൂത ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവന് മനസ്സിലായി അത് അവന്റെ ഭാര്യയാണെന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു മെഴുകുതിരി കെടുത്തുകയാണ്. ഒരുപാട് വർഷമായില്ലേ ഒരുമിച്ച് കിടന്നിട്ട്. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സമയമെല്ലാം കഴിഞ്ഞു. ജൂതയോട് ഇപ്പൊ എസ്തർ പറയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പ്രതികാരവുമായിട്ട് ഇവിടെ തന്നെ നിൽക്കല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാന്ന് പറയാണ്. ഇപ്പൊ ജൂത പറയാണ് എന്റെ അനിയത്തി അതുപോലെ തന്നെ അമ്മ അവരെ കണ്ടുപിടിക്കാതെ ഞാൻ വരില്ല എന്ന് തന്നെ പറയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ മെർസല്ലേ അവർ കമാൻഡർ ആയിട്ടുള്ള പോണ്ടിയസ് വിളിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഒരു സംഭവം നടന്നല്ലോ, അതിൽ ഇവനൊരു തല്ലും കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോണ്ടിയസ് വിളിപ്പിച്ചിരിക്കുന്നത്. ജെറുസലേമിലെ ഈ നാട്ടിൽ ഒരുത്തൻ നിന്റെ ദേഹത്തെ കൈവച്ച്
വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അഹങ്കാരം കൂടിയിട്ടല്ലേ. അവരുടെ ആ ഒരു അഹങ്കാരം നമ്മൾ മാറ്റി കൊടുക്കണ്ടേ മെർസല്ല? തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു മറുപടി കൊടുത്തിരിക്കണം. ഒരു കാര്യം ചെയ്യും, ഒരു 10 സ്ത്രീകളെ പിടിച്ചിട്ട് പച്ചയായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് അവരെ കുരിശിലേറ്റി കൊന്നുകളി എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഓർഡർ പട്ടാളക്കാർ അതുപോലെ കേൾക്കാണ്. 10ഓളം നിരപരാധിയായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവാണ്, പീഡിപ്പിച്ചുകൊണ്ട് അവരെ കുരിശിലേറ്റി കൊന്നു കളയുന്നുണ്ട്. ഈ ഒരു വാർത്ത കേട്ട എസ്തർ ആകെ വിറച്ചു പോവാണ്. കാരണം ഈ 10 സ്ത്രീകൾ മരണപ്പെടാൻ കാരണക്കാരൻ ആരാണ്? ജൂതയാണ്. ജൂതകാരനാണ് ആ നിരപരാധികൾ മരണപ്പെട്ടു പോയത്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എസ്തർ ഈ ഒരു കാര്യം ജൂതയോട് പറയുന്നുണ്ട്, നീ കാരണം ഇത് സംഭവിച്ചത്, നീ ഒറ്റൊരാൾ കാരണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പ്രതികാരവും റിവഞ്ചും ആയിട്ട് നീ ഇങ്ങനെ നടക്കണ്ടെന്ന്. അത് ഇനിയും കൂടുതൽ ആൾക്കാരുടെ മരണത്തിലേക്ക് നയിക്കും. ഞാൻ എന്തായാലും ഇനി നിന്നെ കാണാൻ വരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് എസ്തർ ഇപ്പൊ പോവാണ്. എന്നാൽ അവളുടെ ആ ഒരു യാത്രയ്ക്ക് ശേഷം ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ജൂത. എങ്ങനെയെങ്കിലും മെർസലയോട് പ്രതികാരം വീട്ടണം, ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ അവന്റെ ഈ ഒരു സിറ്റുവേഷൻ കണ്ട് അങ്ങോട്ടേക്ക് വന്ന ഷെയ്ഖ് ഡാരിൻ പറയാണ്, എന്തായാലും അവനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ നിനക്ക് പറ്റില്ല, അവരുടെ അടുത്തേക്ക് വരെ നിനക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും പ്രൊട്ടക്ഷനും ഗാർഡിയൻസ് അവിടെ ഉണ്ടാവും. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആ ഒരു മത്സരത്തിൽ നീ പങ്കെടുക്കുക. അവിടുത്തെ ഏറ്റവും വലിയ മത്സരാർത്ഥി അല്ലെങ്കിൽ പോരാളി എന്ന് പറയുന്നത് മെർസലയാണ്. അവൻ ആ ഒരു പന്തയക്കളത്തിൽ വെച്ച് നീ തോപ്പിക്കുക. അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മറുപടി അതാണ്. പക്ഷെ ഒരു കുറ്റവാളിയായ എനിക്ക് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ഷെയ്ഖ് ഡാരിൻ പറയാണ്, അവര് റോമക്കാരല്ലേ, കാശ് കൊടുത്താൽ അവരെന്താണ് ചെയ്യാത്തത്. ആ രാത്രിയിൽ തന്നെ ഷെയ്ഖ് ഡാരിൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ നിധിശേഖരമുണ്ട്, ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ. ഇത് ആ രാത്രിയിൽ തന്നെ പോണ്ടീസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ ഷെയ്ഖ് ഡാരിൻ ചെന്നിട്ട് പോണ്ടീസിനോട് ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട്. മത്സരം നടക്കാൻ പോവല്ലേ, ആർക്ക് വേണമെങ്കിലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം, പക്ഷെ കയ്യിൽ നല്ല കാശ് വേണം പന്തയം വെക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഷെയ്ഖ് ഡാരിൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെറ്റിനായിട്ട് ഒരു തുക ഇവിടെ വെക്കും. ഇനിയിപ്പോ നിങ്ങളാ ജയിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ വെച്ചതിന്റെ 6 മടങ്ങായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ എന്റെ ആളാണ് വിജയിക്കുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് കാശൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. ഞാൻ വെച്ച ആ ഒരു കാശും അതുപോലെ തന്നെ ഞാൻ മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവരുന്ന ആളുടെ മേൽ ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം. വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ഞാൻ കൊണ്ടുവരുന്ന ആള് ഇനി മത്സരിക്കാൻ പോകേണ്ടത് ഈ നിൽക്കുന്ന മെർസലയുമായിട്ടാണ്. ഇപ്പൊ ഈ പോണ്ടിയസിന് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൊണ്ടുവന്ന ആ ഒരു സമ്പത്ത് കണ്ട് പോണ്ടിയസ് വരെ ഞെട്ടിപ്പോണ്. അത്രയും നാണയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മത്സരത്തിനും ഈ ഡീലിനും ഓക്കെ എന്ന് പോണ്ടിയസ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മെർസല ഷെയ്ഖ് ഡാരിന്റെ അടുത്ത് വന്നിട്ട് സ്വാഭാവികമായിട്ടൊരു കാര്യം ചോദിക്കാലോ, ആരാണ് എനിക്കെതിരായിട്ട് മത്സരിക്കാൻ പോകുന്നത്? ഇപ്പൊ ഷെയ്ഖ് ഡാരിൻ പറയാണ്, അത് വൈകാതെ നിനക്ക് മനസ്സിലാവും. ഏറ്റവും അർഹനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നിന്നെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ മെർസലയ്ക്ക് ആരാണെന്നുള്ള ഒരു സൂചന വരെ കിട്ടുന്നില്ല. അതായത് ജൂതയെക്കുറിച്ച് അവൻ ആലോചിക്കാത്തതിന് കാരണം അവൻ ഇത്രയും വലിയ സമ്പത്തോ വലിയ സ്വാധീനമൊന്നും എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അത് സ്വപ്നത്തിൽ പോലും മെർസല വിചാരിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഷെയ്ഖ് ഡാരിന് ജൂതക്ക് അയാൾക്കറിയാവുന്ന എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ ജൂതക്കും അവന്റേതായ കഴിവുണ്ടല്ലോ, എല്ലാം കൂടിയായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ മത്സരം ഇവിടെ നടക്കാൻ പോവാന്ന് മനസ്സിലാക്കിയ എസ്തർ ഉണ്ടല്ലോ, ഈ കാര്യം ചെന്ന് മെർസലയോട് പറയാണ്. അവനോട് പറയാണ്, ജൂതയാണ് വരുന്നത്, ദയവ് ചെയ്ത് ഈ മത്സരത്തിൽ നിന്ന് ഒന്ന് പിന്മാറോ, അവനെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അതായത് മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ ജൂത ഉറപ്പായിട്ടും മരണപ്പെടും. എന്നാ മെർസല പറയുന്നത്, ഒന്ന് പോടി അവിടുന്ന്, ഉറപ്പായിട്ടും ഞാൻ അവനെ കൊല്ലൂ എന്ന് തന്നെയാണ്. ആകെ വിഷമിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ മാത്രമേ എസ്തറിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ അപ്പുറത്താണെങ്കിലോ കഠിനമായിട്ടുള്ള പരിശീലനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മത്സരം നടക്കാൻ പോകുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു രാത്രിയിൽ കാണിക്കുകയാണ് ഈ ഒരു ഷെയ്ഖ് ഡാരിന്റെ ആൾക്കാര് ഒരാളെ ബലമായിട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. താടി മുടിയെല്ലാം വളർത്തി ഒരുമാതിരി ഭ്രാന്തനെ പോലെയുള്ള ഒരാളാണ്. ഇയാളെ കണ്ട സമയത്ത് ജൂത അങ്ങനെ നോക്കുന്നുണ്ട്. ഇയാള് പറഞ്ഞത് ജൂത അറിയാന്നാണ്. എന്നാൽ ജൂതക്ക് അയാളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അയാളെ ജൂതയോട് പറയണത്, ജൂത എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു സമയത്ത് വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവാതെ അവനങ്ങനെ നോക്കിയ സമയത്ത് 5 വർഷങ്ങൾക്ക് മുന്നേ മെർസലയുടെ കൂടെ അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നില്ലേ, ഏരിയസ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയണം. എന്നാൽ അവൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്? എന്തെങ്കിലും പ്രശ്നത്താലായിരിക്കും. എന്തായാലും ഇപ്പൊ ഏരിയസ് ഇങ്ങോട്ടേക്ക് വന്നത് ജൂതയോട് ഒരു കാര്യം പറയാനാണ്. അവന്റെ അനിയത്തിയും അതുപോലെ തന്നെ അമ്മയും മരണപ്പെട്ടിട്ടില്ല, അവരിപ്പോഴും ഒരു ജയിലിലുണ്ട്. രണ്ടുപേരെയും കുരിശിലേറ്റി ക്രൂരമായിട്ട് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ഈ ഏരിയസ് ഇടപെട്ട് അവരെ ജയിലിലേക്ക് അയച്ചതാണ്. അവർ രണ്ടുപേരും ജീവനോട് ഉണ്ട് എന്ന് അറിഞ്ഞേ പിന്നെ ജൂതയ്ക്ക് നിൽക്കാനിരിക്കാനും പറ്റുന്നില്ല. ആ രാത്രി തന്നെ ഷെയ്ഖ് ഡാരിനോട് പറയാണ്, ഞാൻ എന്തായാലും അവരെ കണ്ടിട്ട് വരാം, ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഞാൻ എന്റെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും കണ്ട് ഉറപ്പായിട്ടും രാവിലെ ആകുമ്പോഴേക്കും തിരിച്ചെത്തുന്നു പറയാണ്. അങ്ങനെ ഈ ഏരിയസിന്റെ കൂടെ ജൂത നേരെ ആ ഒരു ജയിലിലേക്ക് പോവാണ്. വൃത്തിഹീനമായ പൂട്ടിയിട്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും പകർച്ചവ്യാധി എല്ലാം വന്നിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജയിൽ പുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് ഇപ്പൊ നമ്മുടെ ജൂതയുടെ അമ്മയും അതുപോലെ തന്നെ ടെറിസി ഉണ്ടായിരുന്നു കേട്ടോ. അസുഖം ബാധിച്ച് അവന്റെ അമ്മയ്ക്ക് മൈൻഡ് വരെ ഇല്ല, വന്നത് മകനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. നീ പോടാന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി ഓടുകയാണ്. അമ്മയുടെ ആ ഒരു ദുരവസ്ഥ കണ്ട് അവന് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീ ചെറുതായിട്ടെങ്കിലും ഒരു പണിഷ്മെന്റിന് അർഹയാണ്. അനാഥനായിട്ടുള്ള മെർസലയെ അവന് ഒരുപാട് മാനസികമായിട്ട് ഇവര് മനഃപൂർവ്വം വിഷമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയൊക്കെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇവർ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇവിടെ വെച്ച് ജൂത ഒരു തീരുമാനം എടുക്കുകയാണ്. ആ മത്സരത്തിൽ തീർച്ചയായിട്ടും ഞാൻ ജയിച്ചിരിക്കും, തിരിച്ചു വരും, എന്റെ അമ്മയും പെങ്ങളെയും ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ നേരെ അവിടുന്ന് ഷെയ്ഖ് ഡാരിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് എല്ലാ
തയ്യാറെടുപ്പും നടത്തുകയാണ് ആ ഒരു മത്സരം തുടങ്ങാനായിട്ട്. വേദിയിലേക്ക് ഒരുപാട് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ജ്യോതിയുണ്ട്, മെർസലുണ്ട്. അപ്പോഴാണ് ജ്യോതിയെ നോക്കിയിട്ട് മെർസല പറയുന്നത്, നിന്നെ അന്ന് തന്നെ കൊന്നു കളയണമായിരുന്നു, അത് ചെയ്യാതെ പോയത് വലിയ അബദ്ധമായിരുന്നു. അതായത് മെർസല ഇപ്പൊ ജ്യോതിയെ കാണുന്നത് വലിയൊരു ശത്രുവിനെ പോലെ തന്നെ വളരെ പകയോട് കൂടിയിട്ടാണ് കാണുന്നത്. അധികം വൈകിയില്ല, മത്സരം ആരംഭിക്കുകയാണ്. ഒരുപാട് കുതിര പോരാളികൾ അവരുടെ ആ ഒരു രഥവുമായിട്ട് ആ ഒരു പോർക്കളത്തിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് അവിടെ ഇരുന്നുകൊണ്ട് ഷെയ്ഖ് ഡാരിന് നമ്മുടെ ജ്യോതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് സിഗ്നലും കാര്യങ്ങളും കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കുതിരകളെ വെച്ച് ആ രഥം വെച്ച് വെറുതെ റൈഡ് പോവല്ല, സ്റ്റണ്ടാണ് അവിടെ വെച്ച് നടക്കുന്നത്. ഇതിനിടയിൽ വേറൊരു പരിപാടി കൂടെ നടന്നിട്ടുണ്ട്. ഈ പോണ്ടിയസ് ഉണ്ടല്ലോ, മത്സരത്തിനിടയിൽ വെച്ച് ഒരിക്കലും ജ്യോതി ജയിക്കാതിരിക്കാനായിട്ട് അവനെ കൊല്ലാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മത്സരമായിട്ടല്ല, അവനെ കൊല്ലാനായിട്ട് തന്നെ ഇതിനിടയിൽ 2 ആൾക്കാരുണ്ട് കേട്ടോ. എന്നിവിടെ സംഭവിച്ചെന്താ വെച്ചാൽ, ഇത്രയും വലിയ ഒരു സ്റ്റണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരും ജ്യോതിയുടെ ആ ഒരു ട്രിക്കിന്റെ ഉള്ളിൽ പെട്ടുപോവാണ്. ഇവന്മാരുടെ രഥമൊക്കെ തെറിച്ച് മാലക്കം മറിഞ്ഞ് വീഴാണ്. ഒരുത്തം പോലും ബാക്കിയായിട്ടില്ല. ഇപ്പൊ ആകെ 2 രഥങ്ങൾ മാത്രമേ ആ ഒരു പോർക്കളത്തിലുള്ളൂ. ഒന്ന് മെർസലയുടേത്, രണ്ടാമത്തേത് ജ്യോതിയുടേത്. രണ്ടുപേരും നല്ല പ്രഗത്ഭരായിട്ടുള്ള ഹോഴ്സ് റൈഡേഴ്സ് തന്നെയാണ്. നന്നായിട്ട് അറിയാം ഓരോ ട്രിക്കുകൾ അവർക്ക്. ഇതിനിടയിൽ മെർസല അവന്റെ ആ ഒരു രഥം ഉണ്ടല്ലോ, ജ്യോതിയുടെ ആ ഒരു രഥവുമായിട്ട് കൂട്ടിയിടിപ്പിക്കുകയാണ്. അതിൽ ഒരുപാട് ഡാമേജ് വന്നു. ശരിക്കും ആ ഒരു പോർക്കളത്തിൽ തീപ്പൊരി പാർന്ന മത്സരം തന്നെ പറയാം. ആ ഒരു ഇടിയിൽ പാവം നമ്മുടെ ജ്യോത ആ രഥത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു വള്ളിയിലൊക്കെ പിടിച്ച് അള്ളി പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവന്റെ ഒരു എന്താ പറയാ ബോധമൊക്കെ പതിയെ പതിയെ ഇങ്ങനെ മറഞ്ഞു പോകാനായിട്ടുണ്ട്. എന്നാൽ അതേ സമയത്തിന് ആൾക്കാർ കൈകൊട്ടി ആർപ്പ് വിളിക്കുമ്പോൾ ശരിക്കും വന്ന ആ ഒരു കപ്പലിൽ വെച്ചിട്ട് ഒരാൾ ചെണ്ട കൊട്ടുമല്ലോ, അതിന്റെ താളത്തിലല്ലേ ഇവർ തുഴയേണ്ടത്. അത് തന്നെ അവന് ഓർമ്മ വരികയാണ്. പെട്ടെന്നൊരു എനർജി വരികയാണ്, കണ്ണങ്ങ് തുറക്കുകയാണ്, ചാടിക്കയറുകയാണ് കുതിരപ്പുറത്ത്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു പായിപ്പിക്കലായിരുന്നു. പക്ഷെ ഇതിനിടയിൽ അവന്റെ പിന്നാലെ വന്ന ഈ മെർസല ഓൾറെഡി വീണ് കിടക്കുന്ന ഒരു കുതിരവണ്ടിയുടെ മേത്ത് തട്ടി അവൻ തെറിച്ച് വീഴുന്നുണ്ട്. ശരീരമൊക്കെ ആകെ ഒടിഞ്ഞു നുറയും പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ജൂത മത്സരത്തിൽ വിജയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മത്സരം നടത്തിയതിൽ ഒരു ജൂതൻ വിജയിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഓടി വന്ന് ജ്യോതിയെ പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. മാത്രമല്ല അവന്റെ പേരിൽ ഇനി യാതൊരു കേസുമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഷെയ്ഖ് ഡാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ പന്തയത്തിന് വെച്ച ആ ഒരു സ്വർണ്ണവും അതിന്റെ കൂടെ വേറെ കുറച്ച് സ്വർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ ഷെയ്ഖ് ഡാരിൻ പറയാണ്, എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് പോവല്ലേന്ന്. എന്നാ ജൂത പറയാണ്, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കടം വീട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ ആളുകൾ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെർസലെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇനി എന്റെ വഴിക്ക് പോവാണ്. എന്റെ അമ്മയെ രക്ഷപ്പെടുത്തണം, അനിയത്തിയെ രക്ഷപ്പെടുത്തണം. ആ രാത്രി തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു തെരുവിലൂടെ കുരിശിൽ നാട്ടിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂരമായിട്ട് വലിച്ചു കൊണ്ടുവരികയാണല്ലോ. വെള്ളം കിട്ടാതെ ചോര ഒലിപ്പിച്ചുകൊണ്ട് ദയനീയമായിട്ട് പോകുന്ന ക്രിസ്തുവിന് വെള്ളം കൊടുക്കാനായിട്ട് വേഗം തന്നെ മുന്നോട്ടേക്ക് പോയത് നമ്മുടെ ജൂദ ബെൻഹർ ആയിരുന്നു. അന്ന് അവന് യേശുക്രിസ്തു വെള്ളം കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഇന്ന് തിരിച്ചവന് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവസാനം പീഡിപ്പിച്ചുകൊണ്ട് കുരിശിലേറ്റി ക്രിസ്തു മരണപ്പെടുകയാണ്. ആ സമയത്ത് ഒരു മഴ പെയ്യുന്നുണ്ട്. ആ മഴ കൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഒരുപാട് പാപങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ രോഗം ബാധിച്ചു കിടന്ന നമ്മുടെ ജൂതയുടെ അമ്മയും അനിയത്തിയും അതിൽ നിന്നും സുഖം പ്രാപിക്കുകയാണ്. ഇതിന്റെ പുറമെ ഷെയ്ഖ് ഡാരിൻ മറ്റൊരു കാര്യം ചെയ്യാണ്. അയാളുടെ ജൂതിക്ക് വേണ്ടിയിട്ട് ഇയാൾ പണം കൊടുത്തുകൊണ്ട് അവന്റെ അമ്മയും അനിയത്തിയും അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. വേറൊരു കാര്യം കൂടെ നമ്മുടെ ജൂത അറിയാണ്. അതായത് അവന്റെ സുഹൃത്തായിട്ടുള്ള മെർസല കാലും കൈയെല്ലാം ഉടഞ്ഞു നുറുങ്ങിയ ഒരു അവസ്ഥയിൽ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എത്രയൊക്കെ വലിയ പൊസിഷനിലായാലും ഈ കോലത്തിലായ നോട്ടവും കാര്യങ്ങളൊക്കെ അതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ ജൂത നേരെ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. ഒടിഞ്ഞു നുറുങ്ങി കിടക്കുന്ന സമയത്ത് വാളെടുത്തുകൊണ്ട് മെർസല ജൂതക്ക് നേരെ ചാടി എഴുന്നേൽക്കാൻ നോക്കുകയാണ്. എന്റെ ഈ അവസ്ഥക്ക് കാരണം നീയാടാ, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറയണം. എന്നാൽ മെർസലയെ നോക്കിയിട്ട് ജൂത ബെൻഹർ പറയുന്ന ഒരു കാര്യമുണ്ട്, മതിയാടാ ഉള്ളിൽ പ്രതികാരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് നിർത്ത്, നമുക്ക് മതിയാകരുത്. ഓർമ്മയില്ലേ നിനക്ക് 8 വർഷം മുന്നേ ഇതുപോലെ കുതിരയുടെ പുറത്തുനിന്ന് വീണപ്പോ ബോധമില്ലാത്ത എന്നെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അന്ന് നീ എന്നോട് ചെയ്തതിന് ഞാൻ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ പോവാണ്. നിന്നെ ഇതുപോലെ ഞാൻ എടുത്ത് കൊണ്ടുപോകുവാണ് എന്റെ സ്ഥലത്തേക്ക്. ഇത് പറഞ്ഞപ്പോ മെർസലയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പ്രതികാരവും എല്ലാം ഒരൊറ്റ അടിക്കങ്ങോട്ട് ഇല്ലാതായി പോവാണ്. സങ്കടം കൊണ്ട് ഇപ്പൊ ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അവൻ ഒരുപാട് കുറ്റകൃത്യ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് അവൻ നടിച്ചു. ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ ആ ഒരു തെറ്റ് മെർസല മനസ്സിലാക്കുകയാണ്. ജ്യോതിയുടെ അമ്മയുടെയും അനിയത്തിയുടെയും ഈ അവസ്ഥ കാരണം നേരിട്ട് പറയുകയാണെങ്കിൽ അത് മെർസലയൊന്നുമല്ല. അവൻ ഈ ഒരു സൈന്യത്തിൽ ഉണ്ടെന്ന് വെച്ചിട്ട് അതിന് കാരണക്കാരൻ അവൻ ആവില്ലല്ലോ. എന്തായാലും ജൂത പറഞ്ഞതുപോലെ മെർസലെ അവൻ നേരെ അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം നന്നായിട്ട് അവനെ ട്രീറ്റ് ചെയ്യാണ്, സുഖം പ്രാപിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു മെർസലയുടെയും ടിർസയുടെയും വിവാഹം നടത്തുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നാട്ടില് ഇനി അവരാരും നിൽക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ സഞ്ചാരിയായിട്ടുള്ള ഷെയ്ഖ് ഡാരിൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ പോവാന്ന് തീരുമാനിക്കുകയാണ്. ഇനി ഈ ഒരു നാട്ടിൽ നിന്നാൽ അവർക്ക് ഇനിയും ഭ്രാന്തിളകും. സോ അതിനി വേണ്ടെന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവർ അദ്ദേഹത്തിന്റെ കൂടെ ഒരു എന്താ പറയാ നാടോടിയെ പോലെ ഇനി അങ്ങനെ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കഥകൾ വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.